അപ്പൊ അതിന്റെ ഒരു മെയിൻ ആയിട്ടൊരു കാരണം വരുന്നത് വെച്ചാൽ നമുക്ക് നമ്മളുടെ സ്റ്റൊമക് ആസിഡിന്റെ ഒരു pH ഉണ്ട്, അതറിയോ? സ്റ്റൊമക് ആസിഡിന്റെ pH ഒക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ 1 തൊട്ട് 2 വരെയുള്ള pH ആണെങ്കിൽ നമ്മളുടെ ഈ പുലിക്കും സിംഹത്തിനും മനുഷ്യനൊക്കെ ഒരേ pH. ഈ പറഞ്ഞ സ്റ്റൊമക് ആസിഡിന്റെ pH കുറയുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ വയറില് ഗ്യാസ് ആവും. അതായത് നമ്മളിപ്പോ എന്ത് കാര്യങ്ങള് കടല, പരിപ്പ്, പ്രോട്ടീനിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഒരു ജനിച്ച കുഞ്ഞിന് നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ബിരിയാണി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്താ നമ്മൾ കൊടുക്കുക? കുറുക്ക് കൊടുക്കും. കാരണം അവരുടെ pH വളരെ ഹൈ ആയിട്ട്, pH എന്ന് പറഞ്ഞാൽ ആൽക്കലൈനിലേക്കാണ് അവിടെ നിൽക്കുന്നത്. അതായത് അതിന്റെ വീര്യം കൂടി വരുന്ന എപ്പോഴാ? 1 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഒക്കെയാണ് അതിന്റെ pH. അപ്പോഴാണ് നമ്മൾ സോളിഡ് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. ആ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തികളുടെ pHന് വ്യത്യാസം വരുമ്പോൾ അവിടെ ആഹാരം ദഹിക്കാതെ ജീർണിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ വരികയും ഗ്യാസ് കൊണ്ട് ബ്ലോട്ട് ചെയ്ത് വയറിത് വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഡയഫ്രത്തിലേക്ക് കയറി വയറ് വീർത്തിട്ട് അവിടെ കയറി മുട്ടുമ്പോഴാണ് ഇങ്ങനെ ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അതിനകത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയും. ഈ ഡയഫ്രം ഇങ്ങനെ ഒരു പാളി പോലെയാണ്. ഇത് സ്റ്റൊമക്ക് ആണെങ്കിൽ ഈ വാൽവിന്റെ ഈ സ്റ്റൊമക്ക് വാള്, അതായത് അതിന്റെ വാള് ഈ ഡയഫ്രത്തിന്റെ ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്ത് കയറിപ്പോകും. അതിനെയാണ് ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. ആ ഹെർണിയേഷൻ നമുക്ക് അതിന്റെ പൂർവ്വസ്ഥാനത്തേക്ക് വരുത്താനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള യോഗയില് നമ്മൾ പല സ്റ്റൊമക് മസാജസ് ഒക്കെ നമ്മൾ ഇവരെ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ച് നമ്മുടെ പേഷ്യൻസിന്, യോഗാശ്രമിൽ വരുന്നവരെയൊക്കെ നമ്മൾ അങ്ങനെയാണ്